ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ മനോഹരമായ ഒരു ലൊക്കേഷൻ നിർമ്മിച്ച നല്ലൊരു ഭംഗിയുള്ള വീണ്ടും വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വേണ്ടി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായി ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തായി, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 800 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫേസ് 1 നിന്നും ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്ററും ഫേസ് 2 നിന്ന് ഒരു 800 മീറ്റർ മാത്രം ദൂരവുമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വീട് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് കൂടിയാണ്. നല്ല റോഡ് സൗകര്യം, 5 മീറ്റർ വീതിയുള്ള റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. റോഡുകളെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഏതൊരു വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഭാഗത്തേക്കായാലും പാലാരിവട്ടം, എടപ്പള്ളി, കിഴക്കമ്പലം സൈഡ് ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. നമ്മുടെ ഈ വീട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ്റെ ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ ഒരു ഡൈനിങ് സ്പേസ് അതിൽ നിന്നും വരുന്നു. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഒതുങ്ങിയ ഒരു ഏരിയയിൽ, അതായത് സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ കിച്ചൺ, നല്ല സ്പേഷ്യസ് ആയി തന്നെ 2 കിച്ചണുകളായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കബോർഡുകളെല്ലാം മനോഹരമായ കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത്. കിച്ചൻ്റെ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായി വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള പ്രത്യേക ഗേജ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡ് ഒന്ന് കാണാം. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡായി ഒരു വാൾ മൗണ്ട് മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജാഗോറും സെറയുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡുകൾ. മനോഹരമായി തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയ സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് നിന്ന് നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലായി GS കോട്ടും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗം ഇവിടുത്തെ സ്റ്റഡി ഏരിയയാണ്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡിലായി GS ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. കൺസീൽഡായിട്ട് തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം, നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12x14 12x12 എന്നൊരളവിലാണ് വരുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല ഭംഗിയിൽ മൊറോക്കൻ ടൈലെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. കൂടാതെ ഡ്രസ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഒരു യൂട്ടിലിറ്റി സ്പേസും ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട്, മനോഹരമായ ഈ ലൊക്കേഷനിൽ തീർത്തും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ച ഈ വീട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 97 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.